ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതേ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ആരും ഈ വീഡിയോ കാണാതെ പോകരുത് കേട്ടോ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്നറിയോ? നമ്മുടെ അരുളിച്ചെടി ഉണ്ടല്ലോ, അരുളിച്ചെടിയുടെ പൂവ് മുതൽ വേര് വരെ വിഷമാണ്. അത് കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും അത് ഒരു കാരണവശാലും കഴിക്കാൻ ഇടവരരുത്, മരണം സംഭവിക്കും എന്നൊരു ഇൻഫർമേഷനായിരുന്നു ആ വീഡിയോയിലുള്ളത്. ഇപ്പം ഞാൻ പറയാൻ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കുമോ എന്നറിയത്തില്ല. ഇന്നലെ ഒരു മരണം സംഭവിച്ചു. 24 വയസ്സുള്ള ഒരു പെൺകുട്ടി ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോകുന്നതിനിടയിൽ, ഗൾഫിലെ നേഴ്സോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇടയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര ഛർദിലും വയറിളക്കവും വയറുവേദന എന്തൊക്കെയും ബുദ്ധിമുട്ടായിട്ട് കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ ആദ്യം വിചാരിച്ചു ഫുഡ് പോയ്സണോ മറ്റോ ഒക്കെ ആയിരിക്കുമെന്ന്. അങ്ങനെ ആ കൊച്ചിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ആ കൊച്ചിങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ വീട്ടുമുറ്റത്ത് നിന്ന ഒരു അരുളിച്ചെടിയുടെ പൂവ് അബദ്ധത്തിൽ ചവച്ച് ഇറക്കി എന്ന്. പക്ഷെ ആ പെൺകുട്ടി മരിച്ചുപോയി കേട്ടോ. 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനൊരു മരണം അബദ്ധത്തിൽ പോലും സംഭവിക്കരുത്, ആരും അത് ചവയ്ക്കരുത്, ഇറക്കരുത്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം എന്നൊക്കെ ഞാനൊരു ഇൻഫർമേഷൻ ഇതിനു മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ മരണം അറിഞ്ഞത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇതിന് മുന്നോടിയായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. ഈ അരുളിച്ചെടിയിൽ വിഷം അടങ്ങിയിട്ടുണ്ട്, വിഷമാണ്, പൂവ് മുതൽ വേര് വരെ വിഷം അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരും അധികം ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഈ ഇങ്ങനൊരു മരണം, ആ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങനൊരു മരണം കൂടി സംഭവിച്ചപ്പോഴത്തേക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനൊരു മരണത്തിൻ്റെ വാർത്ത എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചെയ്ത വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു എല്ലാവർക്കും. ഞാൻ ആരുടെ മുന്നിലും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ആരുടെ മുന്നിലും റിക്വസ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എൻ്റെ ഇൻഫർമേഷനായിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നി ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ എത്തിക്കണം എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എൻ്റെ വീഡിയോ, ഞാൻ ചെയ്യുന്ന വീഡിയോ എത്രത്തോളം നല്ലതാണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഗുണപ്രദമാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ നല്ലതെന്ന് വിചാരിച്ച് പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. കാണാൻ ഇഷ്ടമുള്ളവർ കാണും, ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നലത്തെ ആ ഒരു മരണ വാർത്ത കേട്ടപ്പോൾ ശരിക്കും സങ്കടമായിപ്പോയി. എനിക്ക് നല്ല വിഷമമായി. എനിക്കതങ്ങോട്ട് ഞാൻ ആ കൊച്ചിനെ അറിയത്തില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ആ അരുളിപ്പൂവ് ചവച്ചിറക്കി അത് കാരണമുള്ളൊരു മരണമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് നല്ല ഫീലായി. ഇനി പോലും അറിഞ്ഞോ അറിയാതെയോ ഒരു കുഞ്ഞുങ്ങൾ പോലും അങ്ങനൊരു മരണം ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾ കഴിവതും ആ ഒരു എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ, ആ വീഡിയോ നോക്കിയാൽ ഉണ്ട് അരുളിച്ചെടിയുടെ, എൻ്റെ ഫ്രണ്ട്സുകൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പം ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങളത് ഷെയർ ചെയ്യണം കേട്ടോ. ഇനിയെങ്കിലും നമ്മുടെ എല്ലാവരുടെ വീടുകളിലും കാണും ആ ഒരു അരുളിച്ചെടി, പിങ്ക് കളറിലുള്ള. അപ്പം ചിലർ പറയുന്നു, ഇല്ല, ആ അരുളിച്ചെടിയിൽ അങ്ങനെ വിഷമല്ല, വേരിൽ മാത്രമേ ഉള്ളൂ. ചുമ്മാതാ, അതിൻ്റെ പൂവ് മുതൽ വേര് വരെ വിഷമാണ്. പിന്നെ ഒരു മഞ്ഞ കളറിലുള്ള അരുളിച്ചെടി ഉണ്ട്, അതിനൊരു കായുണ്ട്. അത് ആമത്തോടിൻ്റെ പോലിരിക്കും, ആമയുടെ ഷേപ്പിലിരിക്കും. തല്ലി പൊട്ടിച്ചാൽ ബദാം പരിപ്പിൻ്റെ പോലൊരു പരിപ്പ് അതിനകത്ത്. അത് കൊടിയ വിഷം, അതിന് മരുന്ന് പോലും ഇല്ല. ഈ അരുളിച്ചെടിയുടെ കായുടെ വിഷത്തിന് മരുന്ന് ഏതാണെന്ന് പോലും അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അരുളിച്ചെടിയുടെ കാ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ചെയ്തു കഴിഞ്ഞാൽ മറ്റു വിഷത്തിൻ്റെ എതിരെയുള്ള മരുന്നുകളായിരിക്കും ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനിയെങ്കിലും ആർക്കും അങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കട്ടെ. മുന്നോടിയായിട്ട് ഇങ്ങനൊരു മരണം സംഭവിക്കരുത്, അങ്ങനെ ആർക്കും ഒരു ആപത്ത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചും കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു മരണ വാർത്ത ഇന്നലെ ഞാൻ കേൾക്കേണ്ടി വന്നു. ഇനി ആർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ കേട്ടോ.